ഹലോ, ഞാൻ ആൻസി. ദുബൈയിൽ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് നമുക്കൊരു ഡിസീസ് കണ്ടീഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്താലോ? ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന ഡിസീസ്. എത്ര പേര് കേട്ടിട്ടുണ്ട് ഇത്? ഇതിന്റെ മലയാളം അസ്ഥിക്ഷയം അല്ലെങ്കിൽ അസ്ഥിക്ഷതം. അസ്ഥികൾക്ക് ബലക്കുറവ് വരികയും തന്മൂലം ഫ്രാക്ചേഴ്സ് അടിക്കടിയൊക്കെ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ്. ഈ രോഗത്തെ സൈലന്റ് ഡിസീസ് എന്നാണ് അറിയുന്നത് തന്നെ. ഇത് കണ്ടുപിടിക്കാൻ വളരെ വൈകുന്ന ഒരു രോഗമാണ്. ഏത് തരത്തിലുള്ള ആൾക്കാരിലാണ് ഈ രോഗം വരുന്നതെന്ന് വെച്ചാൽ ഏജിങ് തന്നെയാണ് മെയിൻ ഫാക്ടർ. ഈ പ്രായമുള്ള വ്യക്തികളിലാണ്. അതുപോലെ മെനോപോസ് ആയിട്ടുള്ള സ്ത്രീകളിൽ ഹോർമോണൽ ചേഞ്ചസ് മൂലം ഇത് വരും. സെഡൻറ്ററി ലൈഫ് സ്റ്റൈലുള്ള വ്യക്തികളിൽ ഇത് വരാൻ സാധ്യതയുണ്ട്. നമ്മളെല്ലാം ഇപ്പം ഓഫീസ് വർക്കും സെഡൻറ്ററി, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒത്തിരി കുറവല്ലേ, എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. അങ്ങനെയൊക്കെ വരുന്ന വ്യക്തികളിൽ ഈ രോഗാവസ്ഥ വരാൻ സാധ്യതയുണ്ട്. ഈ രോഗം കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് ആണ് ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്? ഞാൻ പറഞ്ഞല്ലോ, ഏജിങ് ആണ് ഫാക്ടർ. അതുപോലെ തന്നെ വിറ്റാമിൻ ഡി അല്ലെങ്കിൽ കാൽസ്യത്തിന്റെ ഇൻസഫിഷ്യൻസി അല്ലെ ഡെഫിഷ്യൻസി മൂലവും ഇത് വരും. പ്രോപ്പർലി വിറ്റാമിൻ ഡി സപ്ലിമെന്റ്, കാൽസ്യം സപ്ലിമെന്റ്, അതുപോലെ തന്നെ ഇതിനൊരു ട്രീറ്റ്മെന്റ്, ഒരു മെഡിസിൻ ഉണ്ട്. ആ മെഡിസിനൽ ചോയ്സ് അതൊക്കെ ചെയ്തത് മൂലം 100% ക്യൂറബിൾ അല്ല എങ്കിലും ഈ രോഗത്തിന്റെ തീഷ്ണത, അതായത് ഡെൻസിറ്റി കുറയ്ക്കാനൊക്കെ പറ്റുമെന്നാണ് സ്റ്റഡീസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അടിക്കടി ഫ്രാക്ചർ വരും, ഒരു ചെറിയ വീഴ്ചയിൽ തന്നെ ഫ്രാക്ചർ വരിക, അതുപോലെ തന്നെ ബോൺസിന്, ബാക്ക് ബോൺസിനൊക്കെ കൂടുതലായിട്ട് പെയിന്, ജോയിന്റുകൾക്ക് പെയിന്, അതുപോലെ തന്നെ എന്തെങ്കിലും കോർട്ടിക്കോ സ്റ്റീറോയിഡ് മെഡിക്കേഷൻസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന ഒരാളാണെങ്കിലോ ഒക്കെയുള്ള ആൾക്കാർ ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത് നല്ലതാണ്. ഈ ടെസ്റ്റ് ചെയ്ത് ഈ രോഗാവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർലി ഒരു ഡോക്ടറിനെ കണ്ട് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രോഗത്തിന്റെ ഡെൻസിറ്റി കുറയുകയും പ്രായമാകുമ്പോൾ വരുന്ന ഫ്രാക്ചേഴ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും.